അപ്പോഴേ കഴിഞ്ഞ ദിവസം ക്ലാസ്സിലൊരു പഠന പ്രവർത്തനം ഉണ്ടായിരുന്നേ. നമ്മളെ ബേസിക് ടെസ്റ്റുകൾ അറിയാമെന്നുള്ളതായിരുന്നു. അപ്പോൾ അത് നമ്മളൊരു കുറച്ചുകൂടെ ഒന്ന് ക്രിയേറ്റീവായിട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനൊപ്പം നമ്മളത് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് നമ്മുടെ പാരൻസിൻ്റെ ഒരു സപ്പോർട്ടിനെ കുറിച്ചിട്ട്. അത് ചുമ്മാ ഞാൻ തള്ളുന്നതല്ല കേട്ടോ. കാരണം എൻ്റെ ഒരു വീഡിയോയ്ക്ക് നമുക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നമ്മുടെ പാരൻസിൻ്റെ സപ്പോർട്ടും കൂടെയും ഇല്ല എങ്കിൽ നമുക്കത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. പക്ഷെ നമ്മളൊരാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേരിലാണ് നമുക്ക് ക്ലാസ്സിൽ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യാൻ പറ്റുന്നത്. കാരണം എനിക്കാണെങ്കിലും നമ്മുടെ മാനേജ്മെൻറ്റിനാണെങ്കിലും ഒരു ക്ലാസ്സിലോട്ടായിട്ട് ചെയ്തു തരുന്നതിന് കുറച്ച് പരിമിതികളുണ്ട്. പക്ഷെ ആ പരിമിതികൾ നമ്മൾ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകുന്നത് നമ്മുടെ പാരൻസിൻ്റെ വലിയൊരു സപ്പോർട്ടോടുകൂടി തന്നെയാണ് കേട്ടോ. അത് യാതൊരു മടിയില്ലാതെ എനിക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം അത്രത്തോളം സപ്പോർട്ട് നമുക്ക് അവർ തരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഓരോ പ്രവർത്തനങ്ങൾ ക്ലാസ്സിൽ ചെയ്യുന്നത് മക്കൾക്ക് എഴുതിയും പറഞ്ഞും കൊടുക്കുന്നതിനേക്കാളൊക്കെ കൂടുതലായിട്ട് ഇതുപോലെ അനുഭവിച്ചറിയുമ്പോഴാണ് അവരത് കൂടുതലായിട്ടും ഉള്ളിലേക്ക് എടുക്കുന്നതും അവരത് മനസ്സിലാക്കുന്നതും കേട്ടോ. അങ്ങനെ ഒരു പഠനത്തെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ.